ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ ആഴ്ചത്തെ നോമിനേഷൻ പ്രക്രിയ അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ലൈവിൽ പൂർത്തിയായിരിക്കുകയാണ്. ഷാനവാസും ആദിലയും ഒഴിച്ച് ബാക്കി മുഴുവൻ ആൾക്കാരും നോമിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു നോമിനേഷൻ പരിപാടിയായിരുന്നു ഈ പ്രാവശ്യം ഉണ്ടായിരുന്നത്. കൺഫെഷൻ റൂമിലേക്ക് വന്നിട്ടുള്ള രഹസ്യമായിട്ടുള്ള വോട്ടിങ്ങുമല്ല, പ്ലാസ്മ ടിവിയുടെ മുൻപിൽ നിന്നുകൊണ്ടുള്ള ഓപ്പൺ നോമിനേഷനുമല്ല. പകരം ഓരോ വ്യക്തികൾ ജോലി ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കുകയുമാണെങ്കിൽ ആ സമയത്ത് ബിഗ് ബോസ് ഓരോരുത്തരുടെയും പേരുകൾ വിളിക്കും. പേരുകൾ കേൾക്കുന്ന വ്യക്തികൾ അവരാരെയാണോ നോമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ പേരും കാരണങ്ങളും പറയുക. ആദ്യമായി അനീഷിനെയാണ് വിളിക്കുന്നത്. അനീഷ് സാബുമാന്റെ പേരാണ് ഒന്നാമതായി പറയുന്നത്. സാബുമാൻ വീക്ക്ലി ടാസ്കിൽ നന്നായി പെർഫോം ചെയ്തില്ല. സാബുമാൻ ഈ വീട്ടിൽ പല ആൾക്കാരോടും ഇപ്പോഴും കാര്യമായി മിങ്കിൾ ചെയ്യുന്നില്ല. തനിക്ക് തൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങളില്ല. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് താൻ പറയുകയാണ്, സ്വന്തമായി ഒന്നും താൻ ചെയ്യുന്നില്ല. സേഫ് സോണിലാണ് സാബുമാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത് നൂറയുടെ ശബ്ദം ഇപ്പോൾ ഈ വീട്ടിൽ മുഴങ്ങി കേൾക്കുന്നേയില്ല. വെറുതെ നൂറ ചിരിച്ചുകൊണ്ട് നടക്കുകയാണ്. ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു കുട്ടിയാണ് നൂറ, പക്ഷേ ഒന്നും തന്നെ പുറത്തേക്ക് വരുന്നില്ല. അതുകൊണ്ട് നൂറയും സാബുമാനും പുറത്തു പോകണം. അടുത്തതായി ബിഗ് ബോസ് നെവിന്റെ പേരാണ് വിളിക്കുന്നത്. സാബുമാനെയും അനുമോളയുമായിരുന്നു നെവിൻ നോമിനേറ്റ് ചെയ്തത്. സാബുമാനെ കുറിച്ച് താൻ പറയുന്നത് ഒരു നോക്കുകുത്തി പോലെയാണ് ഇപ്പോൾ സാബുമാൻ ഇവിടെ ആയിരിക്കുന്നത്. കഴിഞ്ഞ വീക്ക്ലി ടാസ്കിൽ കുറച്ചുകൂടിയൊക്കെ നന്നായിട്ട് അദ്ദേഹത്തിന് പെർഫോം ചെയ്യാമായിരുന്നു, പക്ഷേ ഉഴപ്പി അലസനായിട്ടായിരുന്നു മുൻപോട്ട് പോയത്. അനുമോൾ ഈ വീട്ടിൽ നിൽക്കുവാൻ ഒരു യോഗ്യതയുമില്ലാത്തൊരു കണ്ടസ്റ്റന്റ് ആണ്. ടാസ്കുകളെ വെറും ഫണ്ണായി മാത്രമാണ് അനുമോൾ കാണുന്നത്. PR വർക്ക് കൊണ്ട് മാത്രം ഇവിടെ നിൽക്കുന്ന വ്യക്തിയാണ് അനുമോൾ. അതുകൊണ്ട് അനുമോൾ പുറത്തു പോകട്ടെ. സാധാരണ നെവിനെ ആരെങ്കിലും നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് പ്രശ്നം ആരംഭിക്കുന്നതാണ്. നെവിൻ ആ ആഴ്ച മുഴുവൻ അവരുടെ പുറകിൽ നടന്ന് ചൊറിയും. ഇപ്പോഴും ആ ചൊറിച്ചിൽ അവിടെ നടക്കുന്നുണ്ട്. ഇവിടെ സാബുമാനെ നെവിൻ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും സാബുമാൻ പോയി നെവിന്റെ മുഖത്ത് നോക്കി ഒരു അടിയടിക്കുന്നുണ്ട്. നീ ഭയങ്കര തരികിടയാടാ, നീ ഒരിക്കലും ജയിക്കാൻ പാടില്ല. പ്രേക്ഷകരെ, ഇവൻ ഇവിടെ ജയിക്കുവാൻ നിങ്ങൾ അവസരം കൊടുത്താൽ അത് തെറ്റായിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിരിക്കും ലോകത്തിന് കൊടുക്കുക എന്നുകൂടി സാബുമാൻ തുറന്നടിക്കുന്നുണ്ട്. തുടർന്ന് ബിഗ് ബോസ് ആര്യന്റെ പേരാണ് വിളിക്കുന്നത്. ആര്യൻ രണ്ടാൾക്കാരെ നോമിനേറ്റ് ചെയ്യുന്നു. ഒന്ന് ഷാനവാസും മറ്റൊന്ന് അനീഷും. ഷാനവാസ് ടാസ്കിൽ യാതൊരു എഫേർട്ടും ഇടാതെ കഴിഞ്ഞ ആഴ്ചയിൽ മാറി നിന്നു. രണ്ടാമത് അനീഷ് കഴിഞ്ഞ 75 ദിവസക്കാലം ഇവിടെ നിന്നിട്ടും യാതൊരു മാറ്റവുമില്ല. തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് മാത്രമാണ് അയാൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും അയാൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലും മാറ്റം അയാൾക്ക് വരുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അനീഷ് പുറത്തു പോകണം. അടുത്ത നോമിനേഷന് വേണ്ടി ബിഗ് ബോസ് വിളിച്ചത് അനുമോളയാണ്. അനുമോള് ബിഗ് ബോസിനെതിരെയും ലാലേട്ടനെതിരെയും തുറന്നടിക്കുവാൻ ഈ നോമിനേഷൻ വേള ഉപയോഗിച്ചു എന്നുള്ളതാണ് വളരെ വിസ്മയിപ്പിച്ച ഒരു കാര്യം. ആദ്യമായി താൻ നോമിനേറ്റ് ചെയ്യുന്നത് നെവിനെയാണ്. കഴിഞ്ഞ ആഴ്ച അവിടെ നടന്ന പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ നെവിൻ അനുമോളെ കാര്യമായി ഇറിറ്റേറ്റ് ചെയ്തതിനെ കുറിച്ചാണ് പറയുന്നത്. തന്റെ കയ്യിലിരുന്ന ഫുഡ് തട്ടിത്തെറിപ്പിച്ചു നെവിൻ. തന്റെ പിറകിന് ഓടി നടന്ന് തന്നെ വേട്ടയാടി. ആ ബെഡുകളിലൊക്കെ കയറി തനിക്ക് ഓടേണ്ട സാഹചര്യമുണ്ടായി. തന്റെ പെർഫ്യൂംസ് എല്ലാം കൂടി എടുത്തുകൊണ്ടത് കളയുവാൻ വേണ്ടി ശ്രമിച്ചു. നെവിന്റെ ഒരു ധാരണ താൻ വലിയൊരു ഗുണ്ടയാണെന്നാണ്. ഈ ഗുണ്ടായുസങ്ങളൊക്കെ കണ്ടിട്ടും ബിഗ് ബോസും ലാലേട്ടനും അതിനെതിരെ പ്രതികരിക്കുന്നില്ല. ബിഗ് ബോസ് നെവിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വരുന്ന സമയത്തും നെവിൻ അനുകൂലമായി തന്നെയാണ് സംസാരിക്കുന്നത്. നെവിൻ രണ്ട് മുഖമുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോൾ നോമിനേഷൻ വരികയാണ്. അതുകൊണ്ട് തന്നെ ചിരിച്ചു കളിച്ച് വർത്തമാനം പറയാൻ അയാൾ വന്നിട്ടുണ്ട്. പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി കോമഡിയും പറഞ്ഞ് ഫണ്ണുമായിട്ട് നടക്കുന്ന മറ്റൊരു ഫേസ് ഉണ്ട്. എന്നാൽ തനിക്ക് ഇഷ്ടമില്ലാത്തവർക്കെതിരെ വേറൊരു മുഖമാണ് നെവിൻ എല്ലായ്പ്പോഴും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 76 ദിവസമായി. ഇപ്പോൾ ഈ 76 ദിവസം കൊണ്ട് നെവിൻ എന്ന വ്യക്തി ആരാണെന്ന് എനിക്ക് നന്നായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവൻ മറ്റ് രണ്ടാൾക്കാരുടെ കൂടെ കൂട്ടുകൂടി നടക്കുകയാണ്. അത് എന്തിനു വേണ്ടിയാണ് എന്ന് പോലും എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഒന്നാമത്തെ നോമിനേഷൻ നെവിനാണ്. രണ്ടാമത് അക്ബറാണ്. അക്ബർ തനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് എന്ത് സംഭവിക്കും എന്ന് പോലും ചിന്തിക്കാതെയാണ് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ടാസ്കുകൾ പോലും കളിക്കുകയും ചെയ്യുന്നത്. എതിരാളിയുടെ കരിയർ എന്തായിത്തീരും, ലൈഫ് എന്തായിത്തീരും എന്നുള്ള ശ്രദ്ധ പോലും ഇല്ലാതെ അയാൾ യുദ്ധം ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കതിനെതിരെ ചെയ്യുവാൻ ഒന്നുമില്ല. മിണ്ടാതിരിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറ്റുകയുള്ളൂ. അതാണ് ഞാൻ ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച അടുക്കളയിലുണ്ടായ പ്രശ്നം ആര്യനും അക്ബറും കൂടി ക്രിയേറ്റ് ചെയ്തതായിരുന്നു. അന്ന് അവിടേക്ക് വന്നിട്ട് എന്നെ കൊണ്ട് അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിച്ചു. ആ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു. ഒടുവിൽ നെവിൻ എനിക്കെതിരെ വലിയ പ്രശ്നമുണ്ടാക്കി. 2 ദോശ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. ആ ദോശ ആദിലയ്ക്കും നൂറയ്ക്കും കൊടുക്കുവാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതായിരുന്നു. പക്ഷേ ആ ഭക്ഷണം പിടിച്ചു പറിക്കുവാൻ വേണ്ടി മാക്സിമം അവൻ പരിശ്രമിച്ചപ്പോൾ ഗത്യന്തരമില്ലാതെയാണ് അതെനിക്ക് വായിലേക്ക് ഇടേണ്ടി വന്നത്. ഞാനത് വായിൽ വെക്കുന്നത് കണ്ടുകൊണ്ട് എനിക്കെതിരെ അക്ബർ ഭയങ്കര പ്രശ്നമുണ്ടാക്കി. ഞാൻ ചെയ്തത് തെറ്റാണ്, അതെന്തുകൊണ്ട് അയാൾക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞായിരുന്നു അയാൾ ഇവിടെ എന്നെ വേട്ടയാടിയത്.
അക്ബറിന് കാര്യമായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ട്. എത്ര നോമിനേഷനിൽ വന്നാലും ഞാൻ പുറത്തു പോകില്ല എന്ന് പലപ്പോഴും ഇവിടെയുള്ള പല കണ്ടസ്റ്റൻസിനോടും അയാൾ ഷെയർ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ബിഗ് ബോസിൽ പോലും തനിക്ക് കാര്യമായി പിടിപാടുണ്ട് എന്ന് പലപ്പോഴും അയാൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഇവിടെ നിൽക്കുവാൻ യാതൊരു കാരണവശാലും യോഗ്യനല്ല, അയാൾ പുറത്തു പോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അനുമോൾ തന്റെ നോമിനേഷൻ പൂർത്തിയാക്കുന്നത്. അതെ, അനുമോൾ അക്ബറിനെയും നെവിനെയും നോമിനേറ്റ് ചെയ്ത കൂട്ടത്തിൽ ലാലേട്ടനെയും ബിഗ് ബോസിനെയും ജനങ്ങളുടെ മുൻപിലേക്ക് എടുത്തിട്ട് കൊടുത്തു പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുകയാണ്. അക്ബറാണ് തുടർന്നു വരുന്നത്. അക്ബർ ആദിലയുടെയും നൂറയുടെയും പേര് പറയുന്നു. ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ, രണ്ടുപേരും വീക്കാണ്, രണ്ടാൾക്കാരും ഇവിടെ തുടരുവാൻ യോഗ്യരല്ല. പിന്നീട് എത്തുന്നത് നൂറയാണ്. നൂറ അക്ബറിന്റെ പേരാണ് പറയുന്നത്. ടാസ്കുകൾ നടക്കുമ്പോൾ തനിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നിന്ന് കളിക്കുന്ന വ്യക്തിക്ക് ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പോലും ചിന്തിക്കാതെയാണ് ടാസ്കുകളിൽ താൻ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ഗെയിമറാണ് എന്നുള്ള ചിന്തയാണ് തന്റെ മനസ്സിലുള്ളത്. താൻ ഈ വീട്ടിലെ ഏറ്റവും വലിയ പരിഹാസിയാണ്, സെൽഫിഷ് ആണ്, ഗ്രൂപ്പ് കളിച്ചാണ് താൻ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തന്റെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം, സംസാര രീതികൾ ഇതൊന്നും തന്നെ ശരിയല്ല. ഇവിടെ നിൽക്കുവാൻ ഒട്ടും തന്നെ ഡിസേർവിംഗ് അല്ല താൻ. വളരെ വീക്കായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് അക്ബർ. അതുകൊണ്ട് അക്ബർ പുറത്തു പോകണം. രണ്ടാമത്തെ പേര് ആര്യന്റേതാണ്. ആര്യൻ, അക്ബർ ഇവർ രണ്ടുപേരും ഗ്രൂപ്പായിട്ടാണ് കളിക്കുന്നത്. ആര്യന് സ്വന്തമായിട്ടൊരു അഭിപ്രായം പോലുമില്ല. ഒരു ഇൻഡിവിജ്വൽ ഗെയിം അദ്ദേഹത്തിനില്ല. അക്ബർ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അതാണ് ആര്യന്റെ അഭിപ്രായം. അതുകൊണ്ട് ആര്യനെയും താൻ നോമിനേറ്റ് ചെയ്യുകയാണ്. തുടർന്നെത്തുന്നത് സാബുമാനാണ്. സാബുമാൻ ആരെയായിരിക്കും നോമിനേറ്റ് ചെയ്യുക? അതെ, നെവിനെ തന്നെയാണ്. കാരണം അവർ തമ്മിൽ ഒരു ശീതസമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ താൻ പറയുന്നത് ഇവിടെ വന്നു കയറിയ സമയത്ത് നെവിൻ ഒരു പെരും കള്ളനായിരുന്നു. പക്ഷെ ഇപ്പോൾ അയാൾ ആ സ്റ്റാൻഡ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. രണ്ട് തോണിയിൽ കാല് ചവിട്ടി നിന്ന സാഹചര്യത്തിലൊന്നും ഇപ്പോൾ ഒറ്റ തോണിയിലേക്ക് താൻ എത്തിയിട്ടുണ്ട്. അതായത് അക്ബറിന്റെ തോണിയിലാണ് താൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. ടിക്കറ്റ് ഫിനാലയിൽ തനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു പോയിന്റ്, താൻ ഒരു പക്ഷേ ഇവിടുന്ന് ഔട്ടായി പോയാൽ അത് ആർക്ക് കൊടുക്കും എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് അക്ബറിന് കൊടുക്കുമെന്നാണ്. അതൊരു നല്ല മനസ്സാണ്, അങ്ങനെ കൊടുക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ എനിക്ക് പറയുവാനുള്ളത് അവൻ അങ്ങനെ ഒരു പയ്യനല്ല എന്നുള്ളതാണ്. അവൻ അങ്ങനെ ഒരു പോയിന്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റദ്ദാക്കാൻ മാത്രമേ അവൻ ശ്രമിക്കുകയുള്ളൂ. കാരണം അവന്റെ പേഴ്സണാലിറ്റി അങ്ങനെയുള്ളതാണ്. പക്ഷേ അതിപ്പോൾ അക്ബറിന് താൻ കൊടുക്കും എന്ന് പറഞ്ഞതിന്റെ പിൻപിലെ കാരണം അക്ബറിനെ താൻ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അക്ബർ വലിയ ഗെയിമറാണ് എന്നുള്ള ചിന്ത നെവിന്റെ മനസ്സിനകത്ത് കയറിയിട്ടുണ്ടാവാം. അതുകൊണ്ട് ഇപ്പോഴത്തെ പരിപാടി അക്ബറിനെ സുഖിപ്പിച്ച് അക്ബറിന്റെ പുറകിന് നടക്കുക എന്നുള്ളത് മാത്രമാണ്. രണ്ടാമത് താൻ നോമിനേറ്റ് ചെയ്തത് അനീഷിന്റെ പേരാണ്. അനീഷിന് ഡുവൽ പേഴ്സണാലിറ്റി ഉള്ളതുപോലെയാണ് തോന്നുന്നത്. വലിയ വലിയ സ്ട്രാറ്റജികൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഒരു സ്ട്രാറ്റജിസ്റ്റ് ആണ്. മിക്കപ്പോഴും ഒറ്റപ്പെടൽ സ്ട്രാറ്റജികളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. വിക്ടിം കാർഡ് പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. പ്രശ്നങ്ങൾ അനീഷ് ഏട്ടൻ ക്രിയേറ്റ് ചെയ്യും. ഒടുവിൽ ആ പ്രശ്നങ്ങളെല്ലാം താൻ അങ്ങ് ഏറ്റെടുക്കും. തനിക്കെതിരായിട്ട് എല്ലാവരും ഉണ്ടാക്കിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫേക്ക് ഗെയിമറായിട്ട് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ കാര്യങ്ങൾ അദ്ദേഹം പഠിച്ചിട്ടാണ് വന്നത്. പഠിച്ചതൊക്കെയാണ് ഇവിടെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അനീഷ് ഏട്ടനെ നോമിനേറ്റ് ചെയ്യുകയാണ്. തുടർന്ന് ബിഗ് ബോസ് വിളിക്കുന്നത് ആദിലയാണ്. ആദില അക്ബറുടെ പേരാണ് പറയുന്നത്. ഓക്സിജൻ ഇല്ലാതെ ഒരു ജീവികൾക്കും ഇവിടെ ജീവിക്കാൻ പറ്റാത്തതുപോലെ ഈ ബിഗ് ബോസ് വീട്ടിൽ ഗ്രൂപ്പ് ഇല്ലാതെ നിലനിൽക്കുവാൻ പറ്റാത്തൊരു വ്യക്തി ഉണ്ടെങ്കിൽ അത് അക്ബർ മാത്രമാണ്. അക്ബറിന് തനിയെ കളിക്കുവാൻ അറിയില്ല. ഗ്രൂപ്പ് ഉണ്ടാക്കുക, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കൂടെ നിൽക്കുന്നവരെ മാനിപ്പുലേറ്റ് ചെയ്ത് കുപ്പിയിലാക്കുക, അങ്ങനെ നല്ല ഒന്നാന്തരം രണ്ട് കണ്ടസ്റ്റൻസിനെ കുപ്പിയിലാക്കി വെച്ചിട്ട് അടിമകളാക്കി മാറ്റി അവരുടെ ഗെയിം തന്നെ നശിപ്പിച്ചു കളഞ്ഞു. ഒറ്റയ്ക്ക് കളിച്ചുകൊണ്ട് നിന്ന നല്ല രണ്ട് ഗെയിമേഴ്സ് അവരെ യൂസ് ചെയ്യുകയാണ്. ഒടുവിൽ യൂസ് ആൻഡ് ത്രോ എന്നുള്ള സമ്പ്രദായമാണ് താൻ ആവിഷ്കരിക്കുവാൻ പോകുന്നത്. അക്ബറിന്റെ മനസ്സ് മുഴുവൻ മാലിന്യങ്ങളാണ്. എല്ലാ ചവറുകളും ആ മനസ്സിനകത്ത് താൻ ഏറ്റെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇവിടെ നടന്നൊരു പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് ആ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തിയതാണ്. എന്നാൽ ലാലേട്ടൻ വന്നപ്പോൾ ആ വീക്കെൻഡ് എപ്പിസോഡിൽ വെച്ച് അത് മുഴുവൻ മാറ്റി കള്ളം പറഞ്ഞു എനിക്കെതിരായിട്ട് കുറെ അദ്ദേഹം സംസാരിച്ചു. അയാളുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഗുണ്ടയാണ് എന്നുള്ള ഭാവമാണ്. അതെ, ഇതൊരു ഗുണ്ടാ സങ്കേതമല്ല. ഗുണ്ടാ സങ്കേതം തുടങ്ങുവാൻ വേണ്ടിയാണ് അയാൾ ഇവിടേക്ക് വന്നതുപോലെയാണ് അയാളുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ. ഈ വീടിന് ഒട്ടും ഫിറ്റ് അല്ലാത്തൊരു വ്യക്തിയാണ് അക്ബർ. എല്ലാം തികഞ്ഞവനാണ് എന്ന ഭാവത്തിലാണ് അയാൾ നടക്കുന്നത്. പക്ഷേ അയാൾ പുറത്തു പോയേ മതിയാവൂ. ഈ വീടിന് ഒരിക്കലും അയാൾ അനുയോജ്യനല്ല. തന്റെ കൂടെ നിന്നുകൊണ്ട് ടാസ്ക് ചെയ്യുന്ന വ്യക്തികൾ അവരെ ശാരീരികമായി ഏത് തരത്തിലാണ് എന്റെ പ്രവർത്തികൾ ബാധിക്കുക എന്ന് പോലും നോക്കാതെ, മറ്റു മത്സരാർത്ഥികളെ ആരെയും ശ്രദ്ധിക്കാതെ സെൽഫിഷ് ആയിട്ട് ഗെയിം കളിക്കുന്ന ഒരു ഗെയിമർ. അതുകൊണ്ട് അക്ബർ പുറത്തു പോകണം. രണ്ടാമത് അനീഷിന്റെ പേരാണ് പറയുന്നത്. അനീഷ് വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഓരോ സമയങ്ങളിലും എന്ത് കണ്ടന്റ് പുറത്തു പോകണം എന്ന് അനീഷിന് നന്നായിട്ട് അറിയാം. അത് കൃത്യസമയത്ത് കൃത്യമായി പ്ലാൻ ചെയ്ത് പുള്ളി പുറത്തു വിട്ടിരിക്കും.
ടാസ്കിൽ തനിക്കെതിരായി നിൽക്കുന്ന വ്യക്തികളെ ഫിസിക്കലായിട്ട് താൻ അബ്യൂസ് ചെയ്യും. 2 തവണയാണ് 2 മത്സരാർത്ഥികളെ അയാൾ കടിച്ചത്. മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസം ടാസ്ക് നടക്കുമ്പോൾ അക്ബറിന്റെ കൈയും തലയും ഒക്കെ ഇവിടെ കിടന്ന് ഉരുളും, ചോര തെറിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ ഈ ബിഗ് ബോസ് വീട്ടിൽ തുടരുവാൻ പാടില്ല. അതുകൊണ്ട് അനീഷിനെ നോമിനേറ്റ് ചെയ്യുകയാണ്. അവസാനമായി എത്തുന്നത് ഷാനവാസാണ്. ഷാനവാസ് ആര്യന്റെ പേര് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ആര്യൻ ടാസ്കിൽ നടത്തിയ കള്ളത്തരങ്ങളാണ് അയാൾ ചൂണ്ടിക്കാണിക്കുന്നത്. കോയിൻ ഒളിപ്പിച്ചു വെച്ചു, പിന്നീട് പാല് കട്ടെടുത്തു, ചായ ഉണ്ടാക്കി, കടലമാവ് കട്ടെടുത്തു. ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ കുറെ അദ്ദേഹം നിരത്തുന്നുണ്ട്. ബിഗ് ബോസിനെ പോലും ആര്യൻ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആര്യനെ ഷാനവാസ് നോമിനേറ്റ് ചെയ്യുന്നു. രണ്ടാമത് പറയുന്ന പേര് അനുമോളുടേതാണ്. ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നു, വെറുതെ ഈ വീട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നു, മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു, ക്യാപ്റ്റനായി എനിക്ക് യാതൊരു വിലയും തന്നില്ല, അങ്ങനെയൊക്കെയുള്ള പ്രവർത്തികൾ ചെയ്തതുകൊണ്ട് അനുമോളെയും താൻ നോമിനേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നോമിനേഷൻ പ്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയപ്പോൾ 3 വോട്ടുകളോടുകൂടി അക്ബറും അനീഷും മുൻപിലെത്തി. തൊട്ടുപിന്നിൽ 2 വോട്ടുകളുമായി നെവിൻ, ആര്യൻ, അനുമോൾ, നൂറ, സാബുമാൻ എന്നിവരും എത്തി. അപ്പോൾ ഈ ആഴ്ചയിൽ ഈ 7 വ്യക്തികളാണ് നോമിനേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു. ആരെയൊക്കെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് എന്ന് കൃത്യമായി അറിഞ്ഞ് മനസ്സിലാക്കി നോമിനേറ്റ് ചെയ്യുവാനുള്ള അവസരം ഉണ്ടായിട്ടും വേണ്ട തരത്തിൽ ആ നോമിനേഷൻ വിനിയോഗിക്കുവാൻ ആ വീട്ടിലുള്ള പല ആൾക്കാർക്കും കഴിഞ്ഞില്ല. 2 വോട്ടുകളുണ്ടെങ്കിൽ ഒരു വ്യക്തി നോമിനേഷനിൽ വരുമെന്ന് എല്ലാ ആൾക്കാർക്കും അറിയാം. അത് മനസ്സിലാക്കിയിട്ടും ഷാനവാസിനെയും ആദിലയെയും നോമിനേഷനിലേക്ക് ഇട്ടുകൊടുക്കുവാൻ ആ വീട്ടുകാർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ മുഴുവൻ ആൾക്കാരും ഈ ആഴ്ച ജനവിധി തേടേണ്ട ഗതികേടിലേക്ക് എത്തുമായിരുന്നു. എന്തായാലും ഇനി വരുവാൻ പോകുന്നത് വോട്ടിംഗ് ആണ്. ആരൊക്കെയായിരിക്കും വോട്ടിംഗിൽ താഴെ പോവുക, ആരൊക്കെയായിരിക്കും ഈ ആഴ്ച ബിഗ് ബോസ് വീടിനോട് വിട പറയുവാൻ പോവുക, ഇതാണ് കണ്ടറിയേണ്ട കാര്യം.